നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആശങ്ക നിറഞ്ഞ മണിക്കൂറുകൾക്കൊടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ. നമുക്കറിയാം, മണിപ്പൂർ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രദേശം. വർഷങ്ങൾക്ക്, അതായത് ഒരു വർഷം കഴിഞ്ഞു, മാസങ്ങൾ പിന്നിട്ടിട്ടാണ് പ്രധാനമന്ത്രി ഇത്രയും വലിയൊരു സംഘർഷ പ്രദേശത്തേക്ക് എത്തുന്നത് എന്ന ഒരു കാര്യവും കൂടി നിർണായകമാണ്. വിമർശനങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും ഈ 4 മണിക്കൂർ അദ്ദേഹം അവിടെ ചെലവഴിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾക്കിടെ വലിയ രീതിയിലുള്ള സംഘർഷമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായി. എന്തായാലും ആ ഒരു സംഘർഷ മധ്യയാണ് പ്രധാനമന്ത്രി ഇന്ന് മണിപ്പൂരിൽ എത്തിയിരിക്കുന്നത്. ഗവർണർ അജയ് കുമാർ ഭല്ല മോദിയെ മണിപ്പൂരിലേക്ക് സ്വീകരിച്ചു. ചുരാചന്ദ്പൂരിലേക്ക് റോഡ് മാർഗം മോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. മണിപ്പൂരിൽ കലാപം നടന്ന 2 വർഷത്തിന് ശേഷമാണ് മോദി സംസ്ഥാനത്ത് എത്തുന്നത്. ചുരാചന്ദ്പൂരിൽ 7000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 2:30 ഇംഫാലിൽ എത്തുന്ന മോദി ഇവിടെ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. ആകെ 5 മണിക്കൂറായിരുന്നു അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നത്. മണിപ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. റോഡ് മാർഗമാണ് അദ്ദേഹം ചുരാചന്ദ്പൂരിൽ എത്തിയത്. മഴ കാരണം ഹെലികോപ്റ്റർ യാത്ര അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു. ചുരാചന്ദ്പൂരിലെത്തിയ മോദി കുട്ടികളുമായി സംസാരിച്ചു. 120 സ്കൂളുകളുടെയും കോളേജുകളുടെയും സ്പോർട്സ് കോംപ്ലക്സിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനവും അദ്ദേഹം അവിടെ നിർവഹിച്ചു. മണിപ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനെതിരെ തീവ്ര സംഘടനകൾ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ വിമർശിച്ചിരുന്നു. എന്തായാലും ആ വിമർശനങ്ങൾ, ഒരു ഭീഷണികളൊക്കെ നിലനിൽക്കവെയാണ് കനത്ത ജാഗ്രത, അതുപോലെ തന്നെ കനത്ത സുരക്ഷ ഇതിന്റെ മധ്യയാണ് അദ്ദേഹം വന്നിറങ്ങിയത്. മണിപ്പൂരിലെ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് അസാമിലേക്ക് അദ്ദേഹം പോകും. മണിപ്പൂരിലെ കുന്നുകൾ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണെന്ന് മോദി പറഞ്ഞു. ഭൂമി സാഹസികതയുടെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മണിപ്പൂരിൽ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. 12 മണിയോടെ മണിപ്പൂരിലെത്തിയ അദ്ദേഹം അവിടുത്തെ ജനങ്ങളുമായി അഭിസംബോധന ചെയ്തു. ജനങ്ങളുമായി ഇടപഴകി. കലാപത്തിന് ശേഷം ആദ്യമായിട്ടെത്തുന്ന മോദിക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. ത്രിവർണ്ണ പതാക കയ്യിലേന്തി ആയിരങ്ങളാണ് റോഡ് മാർഗമെത്തി പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തത്. മണിപ്പൂരിന്റെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണന നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 7000 കോടിയുടെ പദ്ധതി വലിയ വികസനമുണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇംഫാലിനെ ദേശീയ റെയിൽവേ പാതയുമായി ബന്ധിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കും. മണിപ്പൂരിലെ ഈ മണ്ണ് അക്രമത്തിന്റെ പിടിയിലായത് പലരെയും ബാധിച്ചു. ക്യാമ്പിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന ഉത്തമ പ്രതീക്ഷയുണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സമാധാനത്തിന്റെ പാതയിലേക്ക് വരാൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. താൻ ഒപ്പമുണ്ട് എന്നും അദ്ദേഹം മണിപ്പൂർ ജനതയ്ക്ക് ഉറപ്പു നൽകി. 7000 പുതിയ വീടുകൾ പലായനം ചെയ്തവർക്ക് നിർമ്മിക്കും. 500 കോടി ഇവർക്കായി മാറ്റിവെച്ച് പ്രത്യേക പാക്കേജ് നടപ്പാക്കും. എല്ലാ സമുദായങ്ങളുമായും സമാധാനത്തിനായി ചർച്ചകൾ തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. യുവാക്കളുടെ ആശങ്ക പരിഹരിക്കാനും വികസനത്തിന് നടപടിയുണ്ടാകും. കേന്ദ്ര സർക്കാർ മണിപ്പൂരിലെ ജനങ്ങളുടെ കൂടെയുണ്ടെന്നും പലായനം ചെയ്യപ്പെട്ടവർക്ക് സഹായം ഉറപ്പാക്കുമെന്നും നരേന്ദ്രമോദിയുടെ ഉറപ്പ്. അതേസമയം മണിപ്പൂരിലെ ജനങ്ങളെ സല്യൂട്ട് ചെയ്യുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ആദ്യമായി മണിപ്പൂരിലെത്തിയ മോദി അദ്ദേഹം ഇത്തരത്തിൽ അവിടുത്തെ ജനങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു എന്നതടക്കമുള്ള പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഇംഫാൽ വിമാനത്താവളത്തിലാണ് അദ്ദേഹം എത്തിയത്. ഗവർണർ അജയ് കുമാർ ഭല്ല, ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഗോയൽ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും നാടാണ് മണിപ്പൂർ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതിയുടെ അമൂല്യവത്തായ സമ്മാനമാണ് ഈ മലകൾ. അതേസമയം അത് നിങ്ങളുടെ നിരന്തര കഠിനാധ്വാനത്തെ പ്രതിഫലിപ്പിക്കുന്നു. മണിപ്പൂരിലെ ജനങ്ങളുടെ ആവേശത്തിന് മുമ്പിൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു എന്നും മോദി പറഞ്ഞു. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായാണ് മോദി മണിപ്പൂരിലെത്തിയത്. സന്ദർശനത്തിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. ഐസ്വാൾ സന്ദർശനത്തോടെയാണ് പ്രധാനമന്ത്രി ത്രിദിന സന്ദർശനത്തിന് തുടക്കമിട്ടത്. മിസോറാമിനെ ഇന്ത്യൻ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൈറാബി സൈറംഗ് പദ്ധതിയിലെ 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹോർട്ടോക്കി സൈറംഗ് റെയിൽപാതയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇംഫാലിലും ചുരാചന്ദ്പൂരിലുമൊക്കെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. കേന്ദ്ര സംസ്ഥാന സേനകളെ വിന്യസിച്ചിരുന്നു. ഇംഫാലിലെ 237 ഏക്കറോളം നീണ്ടുകിടക്കുന്ന കംഗ്ല കോട്ടയുടെ പരിസരത്ത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്കായി വേദി ഒരുക്കിയിരുന്നു. ചുറ്റുഭാഗത്ത് കനത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയത്. ചുരാചന്ദ്പൂരിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായി. വലിയ രീതിയിലുള്ള ആശങ്കയിടയാക്കി. പ്രധാനമന്ത്രി എത്തുമ്പോൾ അത്തരത്തിലുള്ള സംഘർഷം അത് അദ്ദേഹത്തിന്റെ ഒരു വരവിനെ ബാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങളും അലങ്കാരങ്ങളും ഒരു സംഘം നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് എത്തിച്ചത്.
പോലീസും സുരക്ഷാ സേനയും എത്തിയാണ് അക്രമികളെ തുരത്തിയത്. കുക്കീസോ കൗൺസിൽ കഴിഞ്ഞ ദിവസം മോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ കലാപത്തിൽ കൊല്ലപ്പെട്ട കുക്കി വിഭാഗക്കാരുടെ സ്മരണയ്ക്കായി തയ്യാറാക്കിയ ഓർമ്മ മതിൽ മറച്ച് അലങ്കാരങ്ങൾ നടത്തിയതാണ് കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കുക്കി ഗോത്ര വിഭാഗങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ മെയ്തികളിൽ വലിയൊരു വിഭാഗവും പ്രധാനമന്ത്രിയുടെ വരവിനെ എതിർത്തു. അതായത് അവർ തൃപ്തരല്ലായിരുന്നു, അവർക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവിൽ. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കിട്ടിയ തോരണങ്ങൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ഒരു തലത്തിലേക്ക് ആ ഒരു അക്രമം വഴിമാറി. ദേശീയപാത ഉപരോധം നാഗാ സംഘടനകൾ താൽക്കാലികമായി പിൻവലിച്ചു. 8500 കോടി രൂപയുടെ വികസന സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് എന്തായാലും അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സംഘർഷങ്ങളുണ്ടായി, തടസ്സങ്ങളുണ്ടായി, പക്ഷെ അതിനെല്ലാം മറികടന്ന് അദ്ദേഹം മണിപ്പൂരിലെത്തി സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള ചില പദ്ധതികളൊക്കെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിരോധിത സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത സാഹചര്യമുണ്ടായി. കോർഡിനേഷൻ കമ്മിറ്റി മോദി സംസ്ഥാനം വിടും വരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെ മോദി സന്ദർശിക്കുകയും പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഇനിയും കുറച്ച് നേരം കൂടി അദ്ദേഹം മണിപ്പൂരിൽ ഉണ്ടാകും. 2023 മെയ് മാസത്തിലാണ് മണിപ്പൂരിൽ സംഘർഷം തുടങ്ങിയത്. ശേഷം ഇതുവരെ മോദി മണിപ്പൂർ സന്ദർശിക്കാതിരുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് നയിച്ചിരുന്നു. പ്രധാനമന്ത്രി കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കുകയും വേണമെന്ന് നിരന്തരം പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പക്ഷേ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും പ്രധാനമന്ത്രി ആദ്യമൊക്കെ തയ്യാറായില്ല. മണിപ്പൂരിൽ മെയ്തൈ കൊക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 260-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. 60,000-ലേറെ പേർ അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിച്ചു. കലാപം നിയന്ത്രിക്കാനാകാതെ വന്നതോടെ BJP മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ച് ഒഴിഞ്ഞു. മണിപ്പൂരിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണമാണ്. മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ 260-ലധികം പേർ കൊല്ലപ്പെട്ടത് തീരാ നഷ്ടമായി മാറി. 60,000-ലധികം പേർ കുടിയിറക്കപ്പെട്ടു. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമാണ്. കുടിയിറക്കപ്പെട്ടവരുമായി പ്രധാനമന്ത്രി സംവദിക്കും എന്നതടക്കമുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. എന്തായാലും കലാപം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മണിപ്പൂരിലേക്ക് എത്തുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും നിരവധി പദ്ധതികളൊക്കെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.